നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും NDA നേതാക്കൾക്കുമൊപ്പമെത്തിയാണ് രാജ്യസഭ സെക്രട്ടറി ജനറലിന് മുമ്പാകെ CP രാധാകൃഷ്ണൻ പത്രിക നൽകിയത്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി C സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. തിങ്കളാഴ്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും. NDAയുടെ നിലവിലെ അംഗബലത്തിൽ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാകും. യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ നിന്നും വിട്ടുനിന്ന് ചാണ്ടി ഉമ്മൻ. കോർപ്പറേഷനെതിരായ യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ MLA വിട്ടുനിന്നു. ഉദ്ഘാടകനായി നിശ്ചയിച്ച ചാണ്ടി ഉമ്മൻ പരിപാടിക്കെത്തിയില്ല. പിന്നിൽ ഗ്രൂപ്പ് താൽപര്യമെന്നാണ് ആരോപണം. ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. ചാണ്ടി ഉമ്മനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതായും ആരോപണമുണ്ട്. മലപ്പുറത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 11 വയസ്സുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ നടത്തിയ സ്രവ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. അതേസമയം കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 4-ാം ക്ലാസ്സുകാരിയുടെ സഹോദരൻ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. മലപ്പുറം നഗരസഭയിൽ വോട്ട് ചേർക്കാൻ വ്യാജരേഖ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ച. അപേക്ഷകരുടെ SSLC ബുക്കിന്റെ കോപ്പി മാത്രമാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ആരുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹിയറിംഗിൽ പരിശോധിച്ചില്ല. ഈ പഴുതുപയോഗിച്ച് ചിലർ SSLC ബുക്കിന്റെ പകർപ്പ് ജനനത്തീയതി തിരുത്തി ഹാജരാക്കി. 2007 ജനുവരി 1-ന് ശേഷം ജനിച്ചവരും പേര് ചേർക്കാൻ അപേക്ഷ നൽകി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ഷിബു അഹമ്മദിനാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയത്. 24 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഒറ്റക്കെട്ടായി എതിർത്ത് പ്രതിപക്ഷം. ബില്ല് കീറിയെറിഞ്ഞു. അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെയാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. ബില്ലിനെ എതിർക്കുന്നതായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ വ്യക്തമാക്കി. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കുന്ന ബില്ലാണിതെന്ന് കോൺഗ്രസ് പാർട്ടി MPമാർ പ്രതികരിച്ചു. ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരാളെ ശിക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്നും കോൺഗ്രസ് ചോദിച്ചു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുന്നതായി AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നുവെന്ന് പറഞ്ഞ KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പെരിയ ഇരട്ടക്കൊലക്കേസ്. CPM നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളെ തിരിച്ചെടുത്തു. മുൻ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, UDF നിയോജകമണ്ഡലം ചെയർമാൻ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റ് P പ്രമോദ് കുമാർ, പെരിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ എന്നിവർക്കെതിരായ നടപടിയാണ് പിൻവലിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് 4 പേരെയും പുറത്താക്കിയത്. പാലക്കാട് സ്കൂൾ വളപ്പിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. 10 വയസ്സുകാരന്റെ പരിക്ക്. സ്കൂൾ വളപ്പിൽ നിന്നും ലഭിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. 4 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. പന്നിപ്പടക്കമെന്നാണ് പ്രാഥമിക നിഗമനം. വിദ്യാർത്ഥിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ ലഭിച്ചതെന്ന് DYFI പറഞ്ഞു. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും സ്ഫോടക വസ്തു സ്കൂൾ കോമ്പൗണ്ടിലെത്തിയത് എങ്ങനെ എന്ന വിശദമായ അന്വേഷണം വേണമെന്നും DYFI വ്യക്തമാക്കി. സ്കൂൾ മാനേജ്മെന്റിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യവുമായി DYFI രംഗത്തെത്തി. കണ്ണൂരിൽ യുവതിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കൊല്ലാൻ ശ്രമിച്ച യുവാവിനും പൊള്ളലേറ്റു. യുവാവിനെയും ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതിയുടെ പരിക്ക് ഗുരുതരമാണ്. കണ്ണൂർ കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലാണ് സംഭവം. പെരുംവിളത്തുപറമ്പ് കൂട്ടാവ് സ്വദേശി രജീഷാണ് ആക്രമണം നടത്തിയത്. യുവതിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തതിനിടെ അജീഷിനും പൊള്ളലേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. യുവതിയുടെ വീട്ടിലെത്തി യുവാവാണ് ആക്രമണം നടത്തിയത്. ഇരുവരും തമ്മിൽ നേരത്തെ അറിയുന്നവരായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ആക്രമണം ഉണ്ടായെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വെള്ളത്തിന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് ടാങ്ക് തുറന്ന് പരിശോധന. കളക്ടറേറ്റിലെ വാട്ടർ ടാങ്കിൽ കണ്ടത് ദിവസങ്ങൾ പഴക്കമുള്ള മരപ്പട്ടി. കോഴിക്കോട് കളക്ടറേറ്റിലെ വാട്ടർ ടാങ്കിൽ മരപ്പട്ടി ചത്തുനിലയിൽ കണ്ടെത്തി. ടാങ്കിലെ വെള്ളം വറ്റിച്ച് ജഡം പുറത്തെടുത്തു. വൈകിട്ടോടെയാണ് ടാങ്ക് വറ്റിച്ച് ജഡം പുറത്തെടുത്തത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മരപ്പട്ടി ടാങ്കിൽ ചത്തുകിടക്കുന്ന കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കളക്ടറേറ്റ് വെള്ളത്തിന് ദുർഗന്ധം വന്നതോടെ ടാങ്ക് തുറന്നു പരിശോധിച്ചപ്പോഴാണ് മരപ്പട്ടിയെ ചത്തനിലയിൽ കണ്ടത്.
കളക്ടറേറ്റിന് മുകളിലത്തെ നിലയിലാണ് ടാങ്ക് ഉള്ളത്. മരപ്പട്ടിയുടെ ജനത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഈ ടാങ്കിലെ വെള്ളമാണ് കളക്ടറേറ്റിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ടാങ്ക് വറ്റിച്ച് ക്ലോറിനേഷൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൊണ്ടുപോകവെ ഓട്ടോ നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു. വർക്കല കട്ടിംഗ് സ്വദേശി സാവത്രിയമ്മയാണ് മരിച്ചത്. 88 വയസ്സായിരുന്നു. അപകടത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൊണ്ടുപോകവെയാണ് ഓട്ടോ നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ചെറിയന്നൂരിൽ ശാസ്താനഗർ റോഡിൽ വെച്ചാണ് അപകടം. ഓട്ടോറിക്ഷയിൽ 5-ലധികം സ്ത്രീകളുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 4 പേർ വർക്കല താലൂക്ക് ആശുപത്രിയിലും 2 പേർ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്.